ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോയിരിക്കുന്നത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. വാട്ടർഫോൾസ് കണ്ടു. നോക്കൂ, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് സ്വത്തുട്ടൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ പോയി ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകുന്നത് ഒരു ഉദ്യാനമാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു മേൽക്കൂരയിൽ മേൽഭാഗത്തൊക്കെ നിറയെ കളർ കൊടകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഞങ്ങൾ ആദ്യം കണ്ടൊരു ഫ്ലവറാണ്. ഒരു വലിയ പൂവായിരുന്നു കേട്ടോ. പൂവിൻ്റെ അടുത്ത് ഒരു വണ്ട്, തുമ്പി, അങ്ങനെ പല ജീവികളുണ്ടായിരുന്നു. ഇതൊരു തേളാണ് ഞങ്ങൾ ആദ്യം പോയിട്ട് കണ്ടത്. തേളിനെ സ്വത്തുട്ടനും അതിനും കൂടി തേളിനെ കുറേ നേരം നോക്കി നിന്നു. അതൊരു കൈ അങ്ങനെ ഇളക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു തേളായിരുന്നു അത്. വലിയ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്, അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്നു കേട്ടോ. സ്വത്തുട്ടൻ തേളിൻ്റെ കൈ തൊടാനൊക്കെ നോക്കുന്നുണ്ട്. അവിടെ തൊടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡോണ്ട് ടച്ച് മീ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ അച്ഛൻ ഒരു ഭാഗത്തേക്ക് പോയി. അച്ഛൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ. അവിടെ ഒരു തുമ്പി ഒരു പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഇളകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളത് ഇളകാത്ത പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. തൊട്ടപ്പുറത്തൊരു തേനീച്ചോള് തേന് കുടിക്കുന്ന ഒരു പിക്ചറായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പുറത്തെ ഒരു മരത്തിൻ്റെ മുകളിലൊരു ഗ്രാസ് ഹോപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വണ്ട്, ഒരു തേനീച്ച, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തേനീച്ചോൾ തേൻ കുടിക്കുന്നത് അത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് തുമ്പി ഇളകാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. തേനീച്ച തേൻ കുടിക്കുന്നത് കാണിച്ച് തരുന്നു. തൊട്ടപ്പുറത്തൊരു വലിയൊരു ബട്ടർഫ്ലൈ ചിറകിനിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഗാർഡനിലേക്ക് പോയൊരു അറ്റ്മോസ്ഫിയർ അതായിരുന്നു അവിടെ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ സൺഡേയാണ് പോയത്. തിരക്കുണ്ടായിരുന്നു. ഒരു 120 റുപ്പീസാണ് ഒരു എൻട്രി ഫീസായിട്ട് എടുത്തിരുന്നത്. ചെറിയ കുട്ടികൾക്കും 120 റുപ്പീസ് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അനുവിനെ ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അന്നൊരു ഹായ് പറഞ്ഞിട്ട് പോയി. സ്വത്തും അച്ഛനും പോവാ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പോയി. തൊട്ടപ്പുറത്ത് വേറൊരു തുമ്പി പറന്ന് വരുന്ന പോലെ ഒരു തുമ്പിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ബട്ടർഫ്ലൈ ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് നേരെ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരു ഹാർട്ട് ഷേപ്പിലെ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു. അനു എടുക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു കേട്ടോ. എന്നാ കണ്ടില്ലേ വാട്ടർഫോൾസ് കാണുന്നത്? ഇത് നയാഗ്ര വാട്ടർഫോൾസാണ് കേട്ടോ. അനു ഫോട്ടോ എടുക്കാൻ വന്നു. അനു സ്വത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വന്നു. ഞങ്ങൾ നേരെ പോയത് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ്. വാട്ടർഫോൾസിൻ്റെ മുകളിലായിട്ട് നല്ല ലൈറ്റ്, കളർ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് പോകണം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനു സ്വത്തുനിന്ന് ഒരു ഫോട്ടോ കൊണ്ട് എടുക്കാം അമ്മ പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ ഇടയ്ക്ക് മുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി തന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. എല്ലാവരും വാട്ടർഫോൾസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് വേറൊരു വാട്ടർഫോൾസും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. കുട്ടികളൊക്കെ അതിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി പോവുകയാണ്. നല്ല തണുത്ത വെള്ളമാണേ. മുകളിലൊക്കെ ചെറിയ പാറ പോലത്തെ ഒരു ഉരുളൻ കല്ല് അങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തട്ടിയിട്ടാണ് വെള്ളമൊക്കെ താഴത്തേക്ക് വരുന്നത്. സ്വത്തും വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതിന് നല്ല പോസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാവും തോറും ആ വെള്ളച്ചാട്ടത്തിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു ആ ലൈറ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ അവിടെ നിന്ന് പല റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. സൺഡേ കാരണം തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു.
രാത്രി ആവുന്തോറും ആ ലൈറ്റ് ആ വെള്ളത്തിൽ നിന്ന് കാണിക്കണത് ഭംഗി നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് വാട്ടർഫോൾസിലേക്ക് പോയി. അതിൽ കളിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഫോട്ടോ എടുക്കാം, അടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അത്രേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. DJ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അമ്യൂസ്മെൻറ്റാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ അടുത്ത വാട്ടർഫോൾസിലേക്ക് പോയി. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹാർട്ട് ഷേപ്പിലൊരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. ആ വാട്ടർഫോൾസ് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, അടുത്ത് പോയി ഒന്ന് കാണാനേ പറ്റുള്ളൂ. വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റില്ല കുട്ടികൾക്ക്. ഇത് DJ അമ്യൂസ്മെൻറ്റ്സ് അത് എഴുതിയിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വാട്ടർഫോൾ കാണാൻ. നല്ല തണുത്ത വെള്ളം ഇങ്ങനെ മേത്തേക്ക് തെറിച്ച് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണൂ. ഓക്കെ, ബൈ ബൈ.